നമസ്കാരം, പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെ സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലി സേനയുടെ വിന്യാസം വടക്കൻ ഇസ്രായേലിലേക്ക് തുടങ്ങിക്കഴിഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ ഇനി ശ്രദ്ധ കൊടുക്കുന്നത് വടക്കൻ മേഖലയിലേക്ക് ആണ് എന്നാണ്. വടക്കൻ മേഖലയിലെ ജനങ്ങളോട്, സാധാരണക്കാരോട് വീടിന് പുറത്തിറങ്ങരുതെന്നും ബോംബിംഗ് ഷെൽട്ടറുകൾക്ക് സമീപം കരുതലോടെ ഇരിക്കാനുമുള്ള നിർദ്ദേശം IDF നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അനാവശ്യമായി കൂട്ടം കൂടരുത്, അപകട സൈറനുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേലി സേന നൽകുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ വലിയ തയ്യാറെടുപ്പുകൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കരയുദ്ധത്തിന് ഉള്ള വമ്പൻ തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സേനയുടെ ഫൈറ്റർ ജെറ്റുകൾ ലെബനോന് മുകളിൽ തീമഴ പെയ്യിച്ചത്. ഹസൻ നസറുള്ള, ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ലെബനോന്റെ ആകാശത്ത് തീമഴ പെയ്യിച്ചു. നൂറുകണക്കിന് റോക്കറ്റുകളും ബോംബുകളും ലെബനോനുള്ളിൽ വർഷിച്ചു. ഹിസ്ബുള്ളയുടെ 100 റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ തകർത്തതായി IDF അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലിലേക്ക് തൊടുക്കാനായി കരുതി വച്ചിരുന്ന 1000-ഓളം റോക്കറ്റുകൾ ഈ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്നും IDF വ്യക്തമാക്കുന്നു. ഏറ്റവും അടുത്ത കാലത്ത് നടന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇതെന്നാണ് IDF വ്യക്തമാക്കുന്നത്. ലെബനനിലെ മാധ്യമങ്ങൾ തന്നെ ആക്രമണത്തിൻ്റെ രൂക്ഷതയെക്കുറിച്ച് വാർത്തകൾ നൽകുന്നു. അടുത്ത കാലത്ത് നടന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് വ്യാഴാഴ്ച രാത്രി ഉണ്ടായതെന്ന് ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പാണ് 100 കണക്കിന് പേജറുകൾ, ഹിസ്ബുള്ളയുടെ ഏജന്റുമാരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചത്. 4000-ഓളം പേർക്ക് പരിക്കേറ്റുവെന്ന് ഹിസ്ബുള്ള തന്നെ വ്യക്തമാക്കുന്നു. അതിന് തൊട്ടടുത്ത ദിവസം 100 കണക്കിന് വയർലെസ് സെറ്റുകൾ പൊട്ടിത്തെറിച്ചു. അതിലും 1000 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. എത്ര ഹിസ്ബുള്ള ഏജന്റുമാർ കൊല്ലപ്പെട്ടുവെന്ന് ഇതുവരെ വ്യക്തമായ കണക്ക് പുറത്തു വരുന്നുമില്ല. ലെബനനിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. ലെബനനിലെ തെരുവുകളിൽ ആളുകൾ ഭയചകിതരാണ്. കാരണം ഏത് നിമിഷവും എന്തും പൊട്ടിത്തെറിക്കാം. എത്ര അത്യാധുനികമാണ് ഇസ്രായേൽ എന്ന സൈന്യത്തിൻ്റെ കഴിവെന്ന് മനസ്സിലാക്കണം. മൊസാദിൻ്റെ തല എത്രമാത്രം ഭീകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാൻ്റെ സഹായത്തോടുകൂടി നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിച്ച ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ അവസാന താക്കീത് നൽകിയിരുന്നു. എന്നിട്ടും ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്ന സാഹചര്യത്തിലാണ് ഏറ്റവും നൂതനമായ മാർഗങ്ങളിലൂടെ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ വമ്പൻ സൈനിക വിന്യാസം വടക്കൻ മേഖലയിലേക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഈ യുദ്ധത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ ഹിസ്ബുള്ളയുമായൊരു തുറന്ന യുദ്ധത്തിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനുള്ളിൽ 2 അഭിപ്രായമുണ്ടായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് എത്രയും വേഗം ഹിസ്ബുള്ളയെ ആക്രമിക്കണമെന്ന നിലപാട് തന്നെയാണുള്ളത്. എന്നാൽ അന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അതിനോട് അനുകൂലിച്ചിരുന്നില്ല. നിലവിൽ ഹമാസിനെതിരെ ഗാസയിൽ നടക്കുന്ന യുദ്ധം പൂർത്തിയായ ശേഷം മതി ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു ആക്രമണമെന്നായിരുന്നു യോവ് ഗാലന്റും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം യോവ് ഗാലന്റ് തന്റെ നിലപാട് പൂർണ്ണമായും മാറ്റി. എത്രയും വേഗം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചന യോവ് ഗാലന്റ് നടത്തി. അതുമാത്രവുമല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ശ്രദ്ധ ഇനി വടക്കൻ മേഖലയിലേക്കാണ്. അതിനർത്ഥം ലെബനൻ അതിർത്തിയിലേക്ക് സേനാ വിന്യാസത്തിന് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. ലെബനനെ കടന്നാക്രമിക്കാൻ, ലെബനനുള്ളിൽ കയറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സൂപ്പർ ബൂം, അതായത് ലെബനന്റെ ആകാശത്ത് വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ പാറിപ്പറന്നത്. അതിനിടയിലാണ് 100 കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് പെയ്തിറങ്ങിയത്. അതിന് പിന്നാലെ വമ്പൻ യുദ്ധപ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഗാസയിൽ ഒരു ഭാഗത്ത് യഹിയ സിൻവാർ അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ഓപ്പറേഷൻ അത് ഇസ്രായേൽ തുടരുമ്പോൾ തന്നെയാണ് മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഏറെക്കുറെ ഇസ്രായേൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ഏറ്റവും ശക്തമായ നടപടി. ഗാസയിലെ ഹമാസിന്റെ കഥ കഴിച്ചതുപോലെ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കഥയും അവസാനിപ്പിക്കാനുള്ള വമ്പൻ നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന. അതിന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ പിന്തുണയുണ്ട്. അറബ് ഭീകരതയുടെ വേരറുക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സേന. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.